മൈ യൂട്യൂബ് ചാനൽ വൈകേഷ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, സോഡാപ്പൊടി, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉണക്കമുന്തിരി, ശർക്കര, തേങ്ങ. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ചക്കയാണ്. പിന്നെ ഈ ചക്ക ഇവിടെ എത്തിച്ചത് നമ്മുടെ ഒരു ചേച്ചിയാണ്, ഷീജ എന്ന് പേരുള്ളൊരു ചേച്ചിയാണ് ഈ ചക്ക നമുക്ക് തന്നത്. അപ്പോൾ ആ ചേച്ചിക്കുള്ളൊരു നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഇനി കിച്ചണിലേക്ക് പോകാം. നമുക്കിനി ഈ ചക്കയും ഏലക്കയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുക്കാത്ത അരിമാവ് തട്ടി എന്ത് ശർക്കര അല്ലേ, ബാക്കിയിരിക്കുന്ന ശർക്കരയും തേങ്ങയും ഉപ്പും സോഡാപ്പൊടിയും കൂടി അതിലേക്കിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കയും അരിമാവും മറ്റ് എല്ലാം ഇങ്ങോട്ട് നല്ലപോലെ നല്ല കുഴച്ച് മിക്സിയിൽ ഇട്ട് അടിച്ച ചക്ക മാവിലിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ശർക്കര എല്ലാവരും കൂട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെയ്യ് തടവിയല്ലേ, നെയ്യില്ലെങ്കിൽ ഓയിലായിരുന്നാലും മതി. നെയ്യ് തടവി കഴിഞ്ഞ് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ, ഉണക്ക മുന്തിരിയും കൂടെ സൈഡിലൊക്കെ അല്ലേ എടുത്ത് വയ്ക്കാം. അതിനകത്തേക്ക് വയ്ക്കാം. വെച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഉണക്കമുന്തിരി അതിനുശേഷം ഇത് അരച്ച് വെച്ച ചക്കയും എല്ലാം കൂടി കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, അത് നന്നായി അതെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാലൻസ് വന്ന ഉണക്കമുന്തിരി അല്ലേ, ഉണക്കമുന്തിരി എടുത്ത് നമുക്ക് അതിലേക്ക് വെറുതെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ വെറുതെ അങ്ങ് വെച്ച് കൊടുക്കും. അതിനുശേഷം ഇത് ഇഡ്ഡലി കുട്ടകത്തിനകത്ത് ആവി കയറ്റാനായിട്ട് നമുക്കെടുത്ത് വയ്ക്കാം. തയ്യാറാക്കി വെച്ച റെസിപ്പി അത് നമുക്ക് എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതിനെടുക്കാം.
ഇത് കുക്കായി ഒന്ന് നോക്കാം. നല്ല കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. അടച്ചു. പിന്നെ നമ്മളെ ചക്ക കൊണ്ടുള്ള വിഭവം റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ചക്ക കൊണ്ടുള്ള നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയൊരു പീസ് എടുത്ത് നമുക്കത് നോക്കാം. അടിപൊളി റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. കുഴപ്പമില്ല. അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീട്ടിൽ ചെന്നൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നിങ്ങൾ തരിക.